ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടർ എന്തു പറഞ്ഞു? നാളെ ചിലപ്പോ റൂമിലേക്ക് മാറ്റിയേക്കും. ഇപ്പോ ചെറുതായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് ചെയ്ത ആരാണെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. എന്തായാലും സംസാരിക്കാൻ തുടങ്ങിയല്ലോ, അത് തന്നെ ഭാഗ്യം. അതുകൊണ്ട് എന്താ, ചത്ത ശവം പോലെ കിടക്കല്ലേ? ഉടനെ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വിഷമിക്കണ്ട, നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താ രാജീവ് സാറ് പഴയ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വരും. എനിക്ക് രാജീവ് സാറിനെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റുമോ? അറിയില്ല, ഡോക്ടറോട് സംസാരിച്ച് നോക്കണം. ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. അതെ, ഈ സമയത്ത് ഇങ്ങനെ തളർന്നു പോവല്ല വേണ്ടത്. മനസ്സിന് നല്ല ശക്തി വേണം. എല്ലാം ശരിയാവും. ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങളൊക്കെ കൂടെയില്ലേ. ഞാൻ പോയി രാജീവിനെ കണ്ടിട്ട് വരാം. ശരി മോളെ. എന്താ രാജീവ്, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നല്ലോ. ഞാൻ രാജീവിന്റെ ശിശിരയെ അമ്മയും കണ്ടു. ശിശിരയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഭർത്താവിന് ഇതേപോലൊരു അവസ്ഥ വന്നാ ഏത് പെണ്ണ് സഹിക്കും? എന്താ, ഞാനാണെന്നോ? രാജീവ് എന്റെ സുഹൃത്തല്ലേ? രാജീവിനോട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പക്ഷേ ഒരു സുഹൃത്താണെന്നുള്ള പരിഗണന പോലും തരാതെ എന്നോട് പെരുമാറിയത് രാജീവാ. മനസ്സിലായി. എല്ലാരോടും എല്ലാം പറയുന്നല്ലേ. എന്തിനാ രാജീവ് ലൈഫ് കൊണ്ട് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നേ? സൗഹൃദത്തോടെ പോകേണ്ട സുഹൃത്തുക്കളല്ലേ നമ്മൾ. ദേ, ഇപ്പഴും രാജീവ് എന്റെ സുഹൃത്ത് തന്നെയാ. അതുകൊണ്ടാ ഞാൻ ഇന്നും രാജീവിനെ കാണാൻ വന്നേ. അല്ല, എന്ത് തീരുമാനിച്ചു രാജീവ്? അല്ല, ആ ഡോക്യുമെന്റ്സേ അതെനിക്ക് തിരിച്ചു വേണം രാജീവേ. അതെവിടെയാ? അപ്പൊ തിരിച്ചു തരില്ലാന്ന് തീരുമാനിച്ചോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും രാജീവേ? ദേ, വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടാ ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. പ്ലീസ് രാജീവ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാ. എവിടെയാ ആ ഡോക്യുമെന്റ്സ്? ഓക്കേ.